ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൽ പല കാര്യങ്ങൾ ഈ പടത്തിനെ മസ്റ്റ് വാച്ചാക്കി മാറ്റുന്നുണ്ട്. ഇതിന്റെ ഡയറക്ഷൻ ആയാലും സ്ക്രിപ്റ്റിംഗ് ആയാലും പെർഫോമൻസിലേക്ക് ഞാൻ വരാം. ഇതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി അത് എനിക്ക് തോന്നുന്നത് അടുത്ത കൊല്ലത്തെ ഓസ്കാറിൽ കുറെ അവാർഡുകൾ വാരി തൂക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. അതിപ്പോ ടെക്നിക്കൽ മാത്രമല്ല, ആക്ടിങ്ങിലും എല്ലാത്തിലും ഉണ്ട്. കാരണം ഇതൊരു സിമ്പിൾ ഒരു ഹൊറർ ഡ്രാമ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫിലിം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് ഇതിന്റെ ഒരു മേക്കിംഗ് വന്നേക്കണത്. ഇതില് എന്താ പറയാ, വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജൻ, ആൾക്ക് പല എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളാണ്. ആൾക്ക് ഒരു പല മരിച്ച ആളുകളുടെ പല അവയവങ്ങളൊക്കെ ഉപയോഗിച്ച് ആൾക്ക് ഒരു പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ത്വര കൊണ്ട് ആൾ പല പരീക്ഷണങ്ങൾ നടത്തി പല മരിച്ചുപോയ ആൾക്കാരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ വെച്ച് പല പാർട്സ് ഒക്കെ വെച്ചിട്ട് പല സയന്റിഫിക് എക്സ്പെരിമെന്റിലൂടെ ഒരു ലിവിങ് തിങ്സിനെ ഉണ്ടാക്കുന്നു. ആ ലിവിങ് തിങ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന കുറെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോൺസിക്വൻസും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഒരു സബ് പ്ലോട്ട്. പിന്നെ അതില് എന്താ പറയാ, കുറച്ച് റൊമാൻറ്റിക് എലമെന്റ്സും കുറച്ച് ഹൊറർ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് ആണ്. ചില ഈ മോൺസ്റ്റർ ഒരു ഇമേജ് എന്നുള്ള ഒരു വയലൻസും ചില അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊരു മൂവിങ് ഡ്രാമ എന്നൊക്കെ പറയും.